ഹായ് ഓൾ, എല്ലാവർക്കും സയൻസ് സോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേറ്റഡ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസിൻ്റെ ഫെബ്രുവരി 2022 ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 2 ആണ്. ക്വസ്റ്റ്യൻ 102 തൊട്ട് 150 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പം എ പാർട്ടും ബി പാർട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം എ പാർട്ടിലെ ടേംസ് എന്ന് പറയാം. ഫസ്റ്റ് എ എന്ന് പറയുന്നത് സിഞ്ചീനിയസ് ആന്തർ, ബി ടെട്രാഡൈനമസ് ഫ്ലവർ, സി എന്ന് പറയുന്നത് സൈനാൻഡ്രസ് ആന്തർ ആൻഡ് ഡി എന്ന് പറയുന്നത് എന്താണ് ഗൈനോ ബേസിക് സ്റ്റൈൽ എന്ന് പറയുന്നു. ബി പാർട്ടിലെ ഫാമിലി നെയിമാണ് കൊടുത്തിരിക്കുന്നത്. ആസ്ട്രേസിയ, കുക്കുർബിറ്റേസിയെ, ലാമേസിയ ആൻഡ് ട്രൂബേസിയ എന്ന് പറയുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോന്നും മാച്ച് ചെയ്യുന്ന ഏതായിരിക്കും? നമുക്ക് ആ ടേംസ് ഒന്ന് നോക്കാം. എന്താണ് സിഞ്ചീനിയസ് ആന്തർ എന്ന് പറഞ്ഞാൽ? സിഞ്ചീനിയസ് ആന്തർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അറേഞ്ച്മെൻറ്റ് ഓഫ് സ്റ്റേമെൻസ് where their anthers are fused, their filaments are free. അപ്പം സ്റ്റേമെൻസിൻ്റെ അറേഞ്ച്മെൻറ്റിൽ ആന്തർ ഫ്യൂസ് ചെയ്തും എൻ്റെ ഫിലമെൻറ്റ്സ് ഫ്രീ ആയിട്ടും കാണപ്പെടുന്ന ആ ഒരു സ്റ്റേമെൻ്റെ കണ്ടീഷനാണ് സിഞ്ചീനിയസ് ആന്തർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സിഞ്ചീനിയസ് കണ്ടീഷൻ കാണുന്നത് ഏത് ഫാമിലിയിലാണ്? ബി പാർട്ടിൽ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ആസ്ട്രേസിയ ഫാമിലിയിലാണ് വരുന്നത്. അപ്പം എ തന്നെയാണ് ഫസ്റ്റ്, ബി പാർട്ടിലെ എ തന്നെയാണ് കറക്റ്റ് ആൻസറും. ആൻഡ് സെക്കൻഡ് ടേം ഏതാണ്? ടെട്രാഡൈനമസ് ഫ്ലവർ. ടെട്രാഡൈനമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫ്ലവർ കണ്ടൈൻ 6 സ്റ്റേമൻസ് എന്ന് പറയുന്നതായിരിക്കും മെയിൻലി ടെട്രാഡൈനമസ് ഫ്ലവർ എന്ന് പറയുന്നത്. അത് ഏത് ഫാമിലിയിലാണ് വരുന്നത്? റൂബേസിയ ഫാമിലിയിലാണ് വരുന്നത്. ആൻഡ് അടുത്ത ടേമാണ് സിയിൽ കൊടുത്തിരിക്കുന്നതാണ് സൈനാൻഡ്രസ് ആന്തർ. അപ്പം സൈനാൻഡ്രസ് ആന്തർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഈ സൈനാൻഡ്രസ് ആന്തർ എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്ന മെമ്പേഴ്സ് ഓഫ് കുക്കുർബിറ്റേസിയ ഫാമിലിയിലാണ്. സോ ദ ഓൾ ആന്തേഴ്സ് ആസ് വെൽ ആസ് ഫിലമെൻറ്റ്സ് ആർ യൂണിറ്റഡ് ടു ഫോം വൺ ഗ്രൂപ്പ്. അപ്പം അവിടുത്തെ എല്ലാ ആന്തറും ഫിലമെൻറ്റ്സും എല്ലാം ഫ്യൂസ് ചെയ്തൊരു ഗ്രൂപ്പായിട്ടായിരിക്കും കാണപ്പെടുന്നത് കുക്കുർബിറ്റേസിയയിൽ. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഗൈനോബേസിക് സ്റ്റൈൽ. ഗൈനോബേസിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ സ്റ്റൈൽ ഒറിജിനേറ്റ് ഫ്രം ദ മിഡ് ബേസൽ പാർട്ട് ഓഫ് ദ ഓവറി. ഓവറിയുടെ ആ മിഡ് ബേസൽ പാർട്ടിൽ നിന്നുമായിരിക്കും സ്റ്റൈൽ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗൈനോബേസിക് സ്റ്റൈൽ കാണപ്പെടുന്നത് ലാമേസിയ എന്ന് പറഞ്ഞ ഫാമിലിയിലാണ്. സോ ഇറ്റ് ഈസ് എ ഫീച്ചർ ഓഫ് ലാമേസിയ ഫാമിലി. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഫോവിയ കൺസിസ്റ്റ് ഓഫ്. ഓപ്ഷൻ എ റോഡ് ആൻഡ് കോൺ സെൽസ് ഇൻ ഈക്വൽ ഇൻ നമ്പേഴ്സ്, ഓപ്ഷൻ ബി കോൺസ് ഓൺലി, ഓപ്ഷൻ സി റോഡ്സ് ഓൺലി ആൻഡ് ഓപ്ഷൻ ഡി മോർ റോഡ് സെൽസ് ദാൻ കോൺ സെൽസ്. ഫോവിയ കൺസിസ്റ്റ് ഓഫ്. അപ്പോൾ ഫോവിയ എന്ന് പറയുന്നത് എന്താണ്? ഫോവിയ യെല്ലോ സ്പോട്ട് എന്ന് പറയുന്നതാണ് ഫോവിയ. നമ്മുടെ ഐയിൽ യെല്ലോ സ്പോട്ടാണ് ഫോവിയ. സോ ഈ ഫോവിയയിൽ എന്തായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? യെസ്, ഓപ്ഷൻ ബി കോൺസ് ഓൺലി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്യൂമിങ് ഡാഷ് കോസസ് ആൽക്കലി ഡിസീസ് ഇൻ ആനിമൽസ്. ഓപ്ഷൻ എ അലൂമിനിയം അക്യുമുലേറ്റിംഗ് പ്ലാന്റ്സ്, ഓപ്ഷൻ ബി ലെഡ് അക്യുമുലേറ്റിംഗ് പ്ലാന്റ്സ്, ഓപ്ഷൻ സി സെലീനിയം അക്യുമുലേറ്റിംഗ് പ്ലാന്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി സിൽക്ക അക്യുമുലേറ്റിംഗ് പ്ലാന്റ്സ്. കൺസ്യൂമിങ് ഡാഷ് കോസസ് ആൽക്കലൈൻ ഡിസീസ് ഇൻ ആനിമൽ. ഏതായിരിക്കും ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്? ഓപ്ഷൻ സി സെലീനിയം അക്യുമുലേറ്റിംഗ് പ്ലാന്റ്സ് ആണ്. അത് കൺസ്യൂം ചെയ്യുന്നതിലൂടെയാണ് ആൽക്കലൈൻ ഡിസീസ് ആനിമൽസിൽ ഉണ്ടാകുന്നത്. ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്യൂട്ടിക്കുലർ ട്രാൻസ്പിറേഷൻ ഈസ് ഈക്വൽ ടു സ്റ്റൊമാറ്റൽ ട്രാൻസ്പിറേഷൻ ഇൻ ദ കേസ് ഓഫ് ഡാഷ്. ഓപ്ഷൻ എ CMP പ്ലാന്റ്സ്, ഓപ്ഷൻ ബി ഹാലോഫൈറ്റ്സ്, ഓപ്ഷൻ സി ഹെലിയോഫൈറ്റ്സ് ആൻഡ് ഓപ്ഷൻ ഡി സിയോഫൈറ്റ്സ്. ഏതായിരിക്കും റൈറ്റ് ആൻസർ? യെസ്, ഓപ്ഷൻ ഡി സിയോഫൈറ്റ്സ് ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ ബാക്കിയുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കിയാൽ, CAM പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് CAM പാത്വേ വഴി CO2 ഫിക്സ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് CAM പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഹാലോഫൈറ്റ്സ് എന്തായിരിക്കും? അതായത് ഹൈ സലൈനിറ്റി ഉള്ളിടത്ത് വളരുന്നവയാണ് ഹാലോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ഹീലിയോഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ധാരാളം സൺലൈറ്റ് ഉള്ളിടത്ത് വളരുന്ന പ്ലാന്റ്സ് ആണ് എന്താ ഹീലിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് സിയോഫൈറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്? അതെന്ന് പറഞ്ഞാൽ ദേ ആർ ഷെയ്ഡ് ലവിങ് ട്രീസ് ആണ്. അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ലാർജ് ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് ഉണ്ട് കമ്പയർ ടു സൺലൈറ്റ്. അതായത് സൺ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹീലിയോഫൈറ്റ്സിനെ കമ്പയർ ചെയ്യുമ്പം ലാർജർ ഫോട്ടോസിന്തറ്റിക് യൂണിറ്റ് ഉള്ള പ്ലാന്റ്സ് ആണ് സിയോഫൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഈ സിയോഫൈറ്റ്സ് ആണ് ഇവിടുത്തെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് എ സൈറ്റ് ഓഫ് അനൈറോബിക് റെസ്പിറേഷൻ. ഓപ്ഷൻ എ സൈറ്റോപ്ലാസം, ഓപ്ഷൻ ബി ഗോൾഗി ബോഡി, ഓപ്ഷൻ സി മൈറ്റോകോൺട്രിയ ആൻഡ് ഓപ്ഷൻ ഡി ഫസ്റ്റ് ഫേസ് ഇൻ സൈറ്റോപ്ലാസം ആൻഡ് സെക്കൻഡ് ഫേസ് ഇൻ മൈറ്റോകോൺട്രിയ. അനൈറോബിക് റെസ്പിറേഷൻ്റെ സൈറ്റ് ഏതാണ്? ഓപ്ഷൻ എ സൈറ്റോപ്ലാസം ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്, ബ്ലിഫറോപ്ലാസ്റ്റ് ആർ സ്മോൾ സ്റ്റാർ ഷേപ്ഡ് പ്രോട്ടോപ്ലാസ്മിക് ബോഡി ദാറ്റ് ആർ കൺസേർഡ് വിത്ത് ദ പ്രൊഡക്ഷൻ ഓഫ് സീലിയ ഇൻ ആന്ത്രോസോഡ്സ് ഓഫ് സൈഗസ്.
ആൻഡ് സെക്കൻഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ദ സ്പേംസ് ഓഫ് സൈക്കിൾസ് ആർ ദ ലാർജസ്റ്റ് എമോങ് പ്ലാന്റ്സ് ആൻഡ് ദേ ഒറിജിനേറ്റ് ഫ്രം ദ സ്റ്റോക്ക് സെൽ. തേർഡ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻ പൈനസ് മൈക്രോസ്പോർ ജെർമിനേറ്റ് എക്സിറ്റു. ഫോർത്ത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻ പൈനസ് അൽവിയോളെ ആർ കൺസേൺഡ് വിത്ത് ദ ഫോർമേഷൻ ഓഫ് എൻഡോസ്പേം. അപ്പം ഈ തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഇതിലെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റുമാണ് ഇവിടുത്തെ ഫോൾസ് എന്ന് പറയുന്നത്, ഇൻകറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ലാസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റാണ്. സോ ദ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് among the following is not a living fossil? Options: Option A Cycas revoluta, Option B Ginkgo biloba, Option C Gingoids and Option D Metasequoia. ലിവിങ് ഫോസിൽ അല്ലാത്തത് ഏതാണ്? ഈ ഓപ്ഷൻസ് നോക്കിയാൽ സൈക്കസ് റിവലൂട്ട, ജിങ്കോ ബൈലോബ ആൻഡ് മെറ്റാസെക്വോയ ഇവ മൂന്നും എന്താണ്? ലിവിങ് ഫോസിൽസ് ആണ്. സോ ഓപ്ഷൻ സി ജിങ്കോയിഡ്സ് ആണ് ലിവിങ് ഫോസിൽ അല്ലാത്തത്. സോ ജിങ്കോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് എക്സ്റ്റെൻഡ് പ്ലാന്റ്സ് ബിലോങ്സ് ടു ജിങ്കോസിയ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽ പെടുന്നതാണ് ജിങ്കോയിഡ്സ് എന്ന് പറയുന്നത്. സോ ആൻസർ ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മംസ് ഈസ് എ പെയിൻഫുൾ സ്വെല്ലിംഗ് ഓഫ് ഓപ്ഷൻ എ ലാക്രിമൽ ഗ്ലാൻസ്, ഓപ്ഷൻ ബി സെറോമിനസ് ഗ്ലാൻസ്, ഓപ്ഷൻ സി മാമറി ഗ്ലാൻസ് ആൻഡ് ഓപ്ഷൻ ഡി പാരാറ്റോഡ് ഗ്ലാൻസ്. മംസ് എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷൻ എന്തിനുണ്ടാവുന്ന ഇതാണ്? സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ഡി പാരാറ്റോഡ് ഗ്ലാൻസ് ആണ്. സോ പാരാറ്റോഡ് ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ലാർജസ്റ്റ് സലൈവറി ഗ്ലാൻഡ് ആണ് പാരാറ്റോഡ് ഗ്ലാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെലനോസൈറ്റ്സ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻ ഓഫ് ഡാഷ്. ഓപ്ഷൻ എ മൊളസ്ക്, ഓപ്ഷൻ ബി അനലിഡ, ഓപ്ഷൻ ഡി പ്ലാറ്റിഹെൽമൻഡസ് ആൻഡ് ഓപ്ഷൻ ഡി എക്കൈനോഡാംസ്. സെലനോസൈറ്റ്സ് ആർ ദ എക്സ്ക്രീറ്ററി ഓർഗൻസ്. എന്തിൻ്റെ എക്സ്ക്രീറ്ററി ഓർഗൻസ് ആണ് സെലനോസൈറ്റ്സ് എന്ന് പറഞ്ഞാൽ? യെസ്, ഓപ്ഷൻ സി പ്ലാറ്റിഹെൽമൻഡസ് ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. സോ സെലനോസൈറ്റ്സ് ഈസ് ഓൾസോ നോൺ ആസ് ഫ്ലെയിം സെൽസ് എന്നറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ എൻസൈം യൂസ്ഡ് ടു ജോയിൻ ദ സെഗ്മെൻറ്റ്സ് ഓഫ് DNA ഈസ് ഡാഷ്. ഓപ്ഷൻ എ റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ്, ഓപ്ഷൻ ബി ലിഗേഴ്സ്, ഓപ്ഷൻ സി ലിപ്പേഴ്സ് ആൻഡ് ഓപ്ഷൻ ഡി റെസ്ട്രിക്ഷൻ എക്സോന്യൂക്ലിയസ്. എൻസൈം യൂസ്ഡ് ടു ജോയിൻ ദ സെഗ്മെൻറ്റ്സ് ഓഫ് DNA എന്ന് പറയുന്നത് ഏതാണ്? യെസ്, ഓപ്ഷൻ ബി ലിഗേഴ്സ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് എൻസൈം ഈസ് ഡു ദ ഡൈജഷൻ ഓഫ് mRNA ഡ്യൂറിങ് RT-PCR. ഓപ്ഷൻ എ BAL31, option B RNase H, option C endonuclease and option D exonuclease. Digestion of mRNA during RT-PCR. RT-PCR ഒക്കെ നമുക്കറിയാവുന്നതല്ലേ. സോ ഇവിടെ mRNA ഡൈജഷൻ ഏത് എൻസൈമാണ് യൂസ് ചെയ്യുന്നത്? ഓപ്ഷൻ ബി RNase H ആണ് യൂസ് ചെയ്യുന്നത്. സോ RNase H brings about the mRNA digestion during RT-PCR. Next question, which one of the following is not a eukaryotic organism? Option A pigeon, option B frog, option C lizard and option D cockroach. യൂറിക്കോട്ടേലിക് ഓർഗാനിസം അല്ലാത്തത് നമുക്കറിയാം. ഇതിലെ ഓപ്ഷൻ എ പീജിയൻ, ഓപ്ഷൻ സി ലിസാർഡ്, ഓപ്ഷൻ ഡി കോക്രോച്ച് ഇവയെല്ലാം എന്താണ്? യൂറിക്കോട്ടേലിക് ആണ്. എന്താണ് യൂറിക്കോട്ടേലിക് എന്ന് പറഞ്ഞാൽ? when organisms release their waste product in the form of യൂറിക് ആസിഡ്. യൂറിക് ആസിഡിൻ്റെ ഫോമിലായിരിക്കും അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ്. അപ്പം ഈ ഇൻസെക്ട്സ് ഒക്കെ എന്താണ്? ഇൻസെക്റ്റും ബേർഡ്സും ഒക്കെ യൂറിക്കോട്ടേലിക്കാണ്. അപ്പം ഇതിലെ ഫ്രോഗാണ് യൂറിയോട്ടേലിക്കായിട്ടുള്ള ഒരു ഓർഗാനിസം എന്ന് പറയുന്നത്. അപ്പം ഒരു കേസുണ്ട്, ഫ്രോഗ്സിൻ്റെ യൂറിയോട്ടേലിക് എന്ന് പറയുമ്പം ആസ് ദ ലിവ് ഓൺ ലാൻഡിലാണെങ്കിലാണ് അതിൻ്റെ യൂറിയ അതിൻ്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് വരുന്നത്. വൈൽ ടാഡ്പോൾസ് ആണെങ്കിൽ അവിടെ അമിനോട്ടേലിക്കാണ് ആസ് ദ ലിവ് ഇൻ വാട്ടർ ആൻഡ് സെക്രീറ്റ് അമോണിയ ആയിരിക്കും അവിടെ സെക്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ യൂറിക്കോട്ടേലിക് അല്ലാത്തത് ഫ്രോഗാണ്, ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇൻ ആൻജിയോസ്പേംസ് ദ നമ്പർ ഓഫ് മെയിൽ സെൽസ് ഫൗണ്ട് ഇൻ ദ പോളൻ ട്യൂബ് ഈസ്. ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3 ആൻഡ് ഓപ്ഷൻ ഡി 4. നമ്പർ ഓഫ് മെയിൽ സെൽസ് ഫൗണ്ട് ഇൻ ദ പോളൻ ട്യൂബ്. ഈസിയാണല്ലേ? ഓപ്ഷൻ ബി 2 ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്രിപ്റ്റ്സ് ഓഫ് ലേബ്രിക്കൂൺ ഇസ് അസോസിയേറ്റഡ് വിത്ത്. ഓപ്ഷൻ എ ഇൻഡസ്റ്റൈൻ, ഓപ്ഷൻ ബി ലിവർ, ഓപ്ഷൻ സി പാൻക്രിയാസ് ആൻഡ് ഓപ്ഷൻ ഡി ഗോൾ ബ്ലാഡർ. ക്രിപ്റ്റ്സ് ഓഫ് ലേബ്രിക്കൂൺ ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏതാണ്? ഓപ്ഷൻ എ ഇൻഡസ്റ്റൈൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിയോട്ടോണി ഈസ് ഫൗണ്ട് ഇൻ. ഓപ്ഷൻ എ സ്പെനോഡോൺ, ഓപ്ഷൻ ബി സാലമാൻഡർ, ഓപ്ഷൻ സി പ്ലനേറിയ, ഓപ്ഷൻ ഡി ആക്സലോട്ടിൽ. നിയോട്ടണി ഈസ് ഫൗണ്ട് ഇൻ ഇതിലാണ് നിയോട്ടി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാണപ്പെടുന്നത്. എന്താണ് നിയോട്ടണി എന്ന് പറഞ്ഞാൽ?
അതായത് ഒരു ആനിമലിൻ്റെ അഡൾട്ട് ഫോമിലും അതിൻ്റെ ലാർവൽ ഫീച്ചേഴ്സ് അത് കാണിക്കുന്നുണ്ടെങ്കിൽ, അതിൻ്റെ പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് നിയോട്ടോണി എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഏതായിരിക്കും റൈറ്റ് ആൻസർ വരാൻ ചാൻസ് ഉള്ളത്? ഓപ്ഷൻ ഡി ആക്സിലോട്ടിലാണ് റൈറ്റ് ആൻസർ. കാരണം ഇത് സലമാൻഡേഴ്സിൻ്റെ ലാർവയാണ് ആക്സിലോട്ടിൽ എന്ന് പറയുന്നത്. ഈ ആക്സിലോട്ടിലാണ് നിയോട്ടോണി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ കാണുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. അപ്പം അടുത്തൊരു മാച്ച് ദ ഫോളോയിങ് ഉണ്ട്. ഇതിലെ എ പാർട്ട് പറയാം. എ ക്ലോറോസിസ്, ബി ഗ്രേ സ്പെക്ക് ഓഫ് ഓട്സ്, സി മൊട്ടിൽ ലീഫ് ഡിസീസ്, ഡി വിപ്പ് ടെയിൽ ഓഫ് കോളിഫ്ലവർ. അടുത്ത് കുറച്ച് എലമെൻസിൻ്റെ നെയിമും അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൽ ഏതായിരിക്കും കറക്റ്റായിട്ട് വരുന്നത്? ക്ലോറോസിസ് എന്ന് പറയുന്നത് ഏതാണ്? ക്ലോറോസിസ് എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ് ക്ലോറോസിസ്. ആൻഡ് ഗ്രേ സ്പെക്ക് ഓഫ് ഓട്സ് എന്ന് പറയുന്നത് മാംഗനീസ് ഡെഫിഷ്യൻസിയാണ്. ആൻഡ് മോട്ടിൽ ലീഫ് ഡിസീസ് എന്ന് പറയുന്നത് സിങ്കിൻ്റെ ഡെഫിഷ്യൻസിയാണ്. ആൻഡ് വിപ്പ് ടെയിൽ ഓഫ് കോളിഫ്ലവർ എന്ന് പറയുന്നത് മോളിബ്ഡിനം ഡെഫിഷ്യൻസിയാണ്. സോ ദ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റും ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ അതിൻ്റെ എ പാർട്ടും ബി പാർട്ടും ഉണ്ട്. എ പാർട്ട് എന്ന് പറയുന്നത് കാറ്റ്കിൻസ്, സ്പാഡിക്സ്, സ്പൈക്ക്, ആംബിൾ. ആൻഡ് ബി പാർട്ട് പറയുന്നതാണ് കൈറാന്തസ്, കൊൾക്കേസിയ, കൊറിയാൻഡ്രം, ഫൈക്കസ് ആൻഡ് മോറസ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്ന് പറഞ്ഞത് ഇൻഫ്ലോറൻസൻസ് ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ്. ടൈപ്പ് ഓഫ് ഇൻഫ്ലോറൻസൻസിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കാറ്റ്കിൻസ് ഈസ് എ ടൈപ്പ് ഓഫ് ഇൻഫ്ലോറൻസൻസ് ഫൗണ്ട് ഇൻ മൾബറിയിൽ, അതായത് മോറസ് എന്ന് പറയുന്നതിനകത്ത് വരുന്നതാണ് കാറ്റ്കിൻ എന്ന് പറയുന്നത്. ബി കൊടുത്തിരിക്കുന്നത് സ്പാഡിക്സ് ആണ്. സ്പാഡിക്സ് എന്ന് പറഞ്ഞാൽ സ്പാഡിക്സ് ഇൻഫ്ലോറൻസൻസ് കൂടുതലായിട്ടും കാണപ്പെടുന്നത് കൊളോക്കിസിയക്കകത്താണ്. ആൻഡ് സ്പൈക്ക് ഇൻഫ്ലോറൻസൻസ് എന്ന് പറയുന്നത് കൈറാന്തസിലാണ് കാണപ്പെടുന്നത്. ആംപിൾ എന്ന് പറയുന്നത് കൊറിയാൻഡറിനകത്താണ്. സോ അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ തൊട്ട് നാച്ചുറൽ സയൻസിൻ്റെ പെഡഗോജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് അപ്രോപ്രിയേറ്റ് ഫോർ കവറിങ് ദ സിലബസ് ക്വിക്ക്ലി? ഏത് മെത്തേഡാണ് സിലബസ് വേഗം കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ ഡെമോൺസ്ട്രേഷൻ മെത്തേഡ്, ഓപ്ഷൻ ബി ഇൻഡക്റ്റീവ് മെത്തേഡ്, ഓപ്ഷൻ സി ലെക്ചർ മെത്തേഡ് ആൻഡ് ഓപ്ഷൻ ഡി പ്രോജക്റ്റ് മെത്തേഡ്. ഏത് മെത്തേഡായിരിക്കും? യെസ്, ഓപ്ഷൻ സി ലെക്ചർ മെത്തേഡാണ് റൈറ്റ് ആൻസർ. Next question, the methods and procedures that lead to the generation and validation of scientific knowledge and creativity of the child. Option A content validity, option B cognitive validity, option C ethical validity and option D process validity. Methods and procedures that leads to the generation and validation of scientific knowledge and creativity of the child. Option D process validity ആണ് right answer. Next question, logical and systematic breakup of the content and the selection of appropriate objectives and strategies in various instructional situations to access the level of actual teaching method at the end is. ഏതായിരിക്കും? ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ കരിക്കുലം കൺസ്ട്രക്ഷൻ, ഓപ്ഷൻ ബി കണ്ടന്റ് അനാലിസിസ്, ഓപ്ഷൻ സി പെഡഗോജിക്കൽ അനാലിസിസ് ആൻഡ് ഓപ്ഷൻ ഡി ആൻറ്റിസിപ്പറ്ററി സെറ്റ്. ഏതാണ്? ഓപ്ഷൻ സി പെഡഗോജിക്കൽ അനാലിസിസ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രോസസ് സ്കിൽ യൂസസ് എ ടെസ്റ്റ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ? ഓപ്ഷൻ എ ക്ലാസിഫൈങ്, ഓപ്ഷൻ ബി എക്സ്പെരിമെൻറ്റിംഗ്, ഓപ്ഷൻ സി ഇൻഫറിങ് ആൻഡ് ഓപ്ഷൻ ഡി മെഷറിങ്. വിച്ച് പ്രോസസ് സ്കിൽ യൂസ് എ ടെസ്റ്റ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്? യെസ്, ഓപ്ഷൻ ബി എക്സ്പെരിമെൻറ്റിംഗ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, it is mean for evolving a nationalized system of education in schools capable of responding to India's diversity while ensuring common core values along with academic components. Options: option A NCF, option B NCTE, option C SCF and option D UGC. ഏതാണ്? ഓപ്ഷൻ എ NCF ആണ് റൈറ്റ് ആൻസർ, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. പർപ്പസ് ഓഫ് സയൻസ് ഫെയർ ഈസ് ടു. Option A bring environment friendly lifestyle, option B develop communication skill, option C recognize and encourage scientific talents and option D provide leisure time activities. Purpose of science fair ഏതാണ്? യെസ്, ഓപ്ഷൻ സി recognize and encourage scientific talents ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, name the virtual class initiative developed by Kerala government. Option A First Bell, option B Kite, option C Samagra and option D Victors.
വിർച്വൽ ക്ലാസ് ഇനിഷ്യേറ്റീവ് ഡെവലപ്മെൻറ്റ് ബൈ കേരള ഗവൺമെൻറ്. ഏതാണ്? ഓപ്ഷൻ എ ഫസ്റ്റ് ബെൽ ആണ് റൈറ്റ് ആൻസർ. Next question, which among the following is an integrated process skill? Option A, interpreting data. Option B, inferring. Option C, measuring. And option D, predicting. Which of the following is an integrated process skill? ഏതാണിതിൽ? ഓപ്ഷൻ എ interpreting data ആണ് integrated process skill. Next question, which among the following denote the role of education in developing an individual into a complete man? Option A, learning to know. Option B, learning to be. Option C, learning to do. And option D, learning to live together. Role of education in developing an individual into a complete man. ഏതാണ്? ഓപ്ഷൻ ബി ലേണിംഗ് ടു ബി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി ഡെവലപ്ഡ് ബൈ ഹെലൻ പാർക്വിസ്റ്റ്. ഓപ്ഷൻ എ ബയോഗ്രഫിക്കൽ മെത്തേഡ്. ഓപ്ഷൻ ബി ഡാൾട്ടൺ പ്ലാൻ. ഓപ്ഷൻ സി എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. ആൻഡ് ഓപ്ഷൻ ഡി ഹ്യൂറിസ്റ്റിക് മെത്തേഡ്. ഹെലൻ പാർക്വിസ്റ്റ് ഡെവലപ്പ് ചെയ്ത എഡ്യൂക്കേഷൻ സ്ട്രാറ്റജി ഏതാണ്? ഓപ്ഷൻ ബി ഡാൾട്ടൺ പ്ലാൻ ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പ്രിൻസിപ്പിൾ ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ അഡ്വക്കേറ്റ് ദാറ്റ് ദ കരിക്കുലം ഷുഡ് പ്രിസർവ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ് ഓഫ് ഹ്യൂമൻ റേസ്? ഓപ്ഷൻ എ കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ. ഓപ്ഷൻ ബി ക്രിയേറ്റീവ് പ്രിൻസിപ്പിൾ. ഓപ്ഷൻ സി ഫോർവേഡ് ലുക്കിംഗ് പ്രിൻസിപ്പിൾ. ആൻഡ് ഓപ്ഷൻ ഡി യൂട്ടിലിറ്റി പ്രിൻസിപ്പിൾ. ഏതാണ്? കരിക്കുലം കൺസ്ട്രക്ഷനുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ? ഓപ്ഷൻ എ കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾസ് ആണ്. ഷുഡ് ബി റിസർവ് ആൻഡ് ട്രാൻസ്മിറ്റ് ദ കൾച്ചർ ആൻഡ് ട്രഡീഷൻസ് ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസ്ട്രക്റ്റിവിസം വ്യൂ ലേണിംഗ് ആസ്. ഓപ്ഷൻ എ അക്വിസിഷൻ ഓഫ് നോളജ് ആൻഡ് ഇൻഫോർമേഷൻ. ഓപ്ഷൻ ബി കണ്ടീഷനിങ് ഓഫ് പ്രോസസ്. ഓപ്ഷൻ സി പാസീവ് റെപ്പിറ്റേറ്റീവ് പ്രോസസ്. ആൻഡ് ഓപ്ഷൻ ഡി പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ് ബൈ ആക്റ്റീവ് എൻഗേജ്മെൻറ്റ്. കൺസ്ട്രക്റ്റീവ് വ്യൂ ലേണിംഗ് ആസ്. ഓപ്ഷൻ ഡി പ്രോസസ് ഓഫ് മീനിങ് മേക്കിംഗ് ബൈ ആക്റ്റീവ് എൻഗേജ്മെൻ്റ് ആണ് കൺസ്ട്രക്റ്റീവ് വ്യൂ ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ വാസ് ഫോർമുലേറ്റഡ് ബൈ. ഓപ്ഷൻ എ ആൻഡ്രൂസൺ ആൻഡ് ക്രാത്ത്വോൾ. ഓപ്ഷൻ ബി ബെഞ്ചമിൻ എസ് ബ്ലൂം. ഓപ്ഷൻ സി ബിഗ്സ് ആൻഡ് കൊളീസ്. ഓപ്ഷൻ ഡി മക്കോമാക് ആൻഡ് യാഗർ. ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ ഫോർമുലേറ്റഡ് ബൈ മക്കോമാക് ആൻഡ് യാഗർ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, a curriculum design approach in which key concepts are presented repeatedly throughout the curriculum, but with the depending layers of complexity where linkage to is taken care of. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ കോൺസെൻട്രിക് കരിക്കുലം. ഓപ്ഷൻ ബി ലോജിക്കൽ. ഓപ്ഷൻ സി സ്പൈറൽ. ആൻഡ് ഓപ്ഷൻ ഡി ടോപ്പിക്കൽ. ഏതാണ്? ഓപ്ഷൻ സി സ്പൈറൽ കരിക്കുലമാണ് റൈറ്റ് ആൻസർ. Next question, which is not an approach to organize curriculum? Option A concentric approach. Option B historical approach. Option C topical approach. And option D unit approach. Not an approach to organize curriculum. ഏതാണ്? ഓപ്ഷൻ ബി ഹിസ്റ്റോറിക്കൽ അപ്രോച്ച് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു വാസ് ദ ചെയർമാൻ ഓഫ് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർമഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് NCF? ഓപ്ഷൻ എ ദൗലത് സിംഗ് കൊത്താരി. ഓപ്ഷൻ ബി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഓപ്ഷൻ സി ഡോക്ടർ എ ലക്ഷ്മണസ്വാമി മുതലിയാർ. ആൻഡ് ഓപ്ഷൻ ഡി പ്രൊഫസർ യശ്പാൽ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. പ്രൊഫസർ യശ്പാൽ ആയിരുന്നു ചെയർമാൻ ഓഫ് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർമഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് NCF. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം യൂസ്ഡ് ടു എക്സ്പ്രസ് ദ ടോട്ടാലിറ്റി ഓഫ് ലേണിംഗ് എക്സ്പീരിയൻസ് that the pupil receive through meaningful activities of the school is. ഓപ്ഷൻ എ കരിക്കുലം. ഓപ്ഷൻ ബി കണ്ടൻറ്. ഓപ്ഷൻ സി ലെസൺ പ്ലാൻ. ആൻഡ് ഓപ്ഷൻ ഡി സിലബസ്. ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? യെസ്, ഓപ്ഷൻ എ കരിക്കുലം ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ക്രിയേറ്റിവിറ്റി ഡൊമൈൻ ഫോക്കസ് ഓൺ. ഓപ്ഷൻസ് പറയാം. ഓപ്ഷൻ എ റിട്രീവിംഗ് റിലവൻറ്റ് നോളജ് ഫ്രം ലോങ് ടേം മെമ്മറി. ഓപ്ഷൻ ബി ഫേവറബിൾ ആറ്റിറ്റ്യൂഡ് ടുവേർഡ് സയൻസ് ആൻഡ് സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ്. ഓപ്ഷൻ സി പ്രോസസ് involve the production of a novel thing, object or idea. And option D process that scientists use in their works. Creativity domain focus ചെയ്യുന്നത് ഓപ്ഷൻ സി പ്രോസസ് ഇൻവോൾവ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് നോവൽ തിങ്, ഒബ്ജക്റ്റ് ഓർ ഐഡിയ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഡെവലപ്ഡ് ക്രിട്ടിക്കൽ പെഡഗോജി ആസ് ആൻ എഡ്യൂക്കേഷണൽ അപ്രോച്ച്? ഓപ്ഷൻ എ ആനി സെൽവൻ. ഓപ്ഷൻ ബി കേൾബർഗ്. ഓപ്ഷൻ സി മരിയ മോണ്ടിസോറി. ആൻഡ് ഓപ്ഷൻ ഡി പോളോ ഫ്രെയർ. ക്രിട്ടിക്കൽ പെഡഗോജി എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അപ്രോച്ച് ആയിരുന്നു ഡെവലപ്പ് ചെയ്തത്? ഓപ്ഷൻ ഡി പോളോ ഫ്രെയർ ആണ് റൈറ്റ് ആൻസർ.
Next question, a school-based evaluation of students that cover all aspects of student personality. Options: Option A, achievement test. Option B, formative evaluation. Option C, continuous and comprehensive evaluation. And option D, summative evaluation. Option C, continuous and comprehensive evaluation ആണ് right answer. Next question, register maintained in a science laboratory which contains suggestions for new resource is. Option A, consumable stock register. Option B, order register. Option C, permanent stock register. And option D, requirement register. Answer requirement register ആണ്. Next question, plan of action mean for the distribution of entire academic activities is. Options: Option A, lesson plan. Option B, monthly plan. Option C, year plan. And option D, unit plan. entire academic activitiesലുള്ള ആ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഏതാണ്? ഇയർ പ്ലാൻ ആണല്ലേ. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. Next question, a statutory body which aims to achieve planned and coordinated development of teacher education system throughout the country is. Option A, NCRT. Option B, NCTE. Option C, NAC. Option D, UGC. ഏതാണ്? യെസ്, ഓപ്ഷൻ ബി NCT ആണ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോജിക്കൽ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ, അനാലിസിസ്. ഓപ്ഷൻ ബി, എക്സ്പെരിമെൻറ്റ്. ഓപ്ഷൻ സി, ഇൻഫറൻസ്. ആൻഡ് ഓപ്ഷൻ ഡി, സിനോപ്സിസ്. ലോജിക്കൽ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ ഈസ് നോൺ ആസ് ഇൻഫറൻസ് ആണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എനി ടെസ്റ്റ് ദാറ്റ് മെഷേഴ്സ് ദ attainments and accomplishments of an individual after a period of training or learning is. Option A, aptitude test. Option B, achievement test. Option C, diagnostic test. And option D, prognostic test. ഏത് ടെസ്റ്റാണ്? അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടൈപ്പ് ഓഫ് റീസണിങ് സ്ട്രാറ്റജി വിച്ച് ഇൻവോൾവ്സ് drawing a general conclusion from a set of specific observations is. Option A, deductive method. Option B, inductive method. Option C, lecture method. And option D, lecture cum demonstration method. ഏതാണ്? ഓപ്ഷൻ ബി, ഇൻഡക്റ്റീവ് മെത്തേഡ് is the right answer. Last question, reference material which act as an aid for selecting appropriate methods and approaches of teaching is. Option A, pupils workbook. Option B, reference book. Option C, supplementary readers. And option D, teachers handbook. റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ഡി, ടീച്ചേഴ്സ് ഹാൻഡ് ബുക്കാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഫെബ്രുവരി 2022 നിന്നുള്ള ക്വസ്റ്റ്യൻസ്, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാം ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.